തിലകമണിയും തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ്. വികസനോന്മുഖമായ പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള, ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ അതിന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം, കൽപ്പന, സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. തിരുവനന്തപുരം നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാവുമോ? എങ്ങനെയാണ് ഏറ്റവും തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണോ വിലയിരുത്തൽ? എങ്ങനെയാണ്? കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. മോദിയെ കൊണ്ടുവരും, ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്നതൊക്കെ. ഒളിമ്പിക്സ് കേരളത്തിലല്ല കൊണ്ടുവരുന്നത്. കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത്? കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ? കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ്? ഇവിടെ ഇന്നിപ്പോ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ, ഒരു സീനിയർ അല്ല, എനിക്ക് തോന്നുന്നു ഒരു 32-35 വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്ന് പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ലാക്കിങ്സ്. അപ്പൊ അതിന്ന് സർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ, വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല? പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ട് രേഖപ്പെടുത്താണ്. പറവൂര് 21-ാം നമ്പർ ബൂത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വോട്ട്. അവിടെ വോട്ട് രേഖപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ബൂത്തിലൊരു രാവിലെ ഒരു വലിയ ജനത്തിരക്കുള്ള ഉണ്ടായിരുന്നില്ല. ആ ബൂത്തിൽ അങ്ങനെ പൊതുവെ രാവിലെ അങ്ങനെ വലിയ നീണ്ട ക്യൂ ഉണ്ടാവാറുള്ളൊരു ബൂത്തും അല്ല അത്. പക്ഷേ വൈകുന്നേരം വരെ ആളുകൾ വന്ന് വോട്ട് ചെയ്ത് 6 മണി വരെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. എപ്പോഴും കുറച്ച് ആൾക്കാർ വന്ന് വോട്ട് ചെയ്ത് പോകുന്നൊരു ബൂത്താണ് പറവൂരെ ബൂത്ത്. പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തുകയാണ്. രാവിലെ തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രീയം തന്നെ പറയുകയാണ്. എന്തുകൊണ്ട് BJP തിരുവനന്തപുരത്തിന്റെ തിലകക്കുറിയാകും എന്നൊക്കെ പറയുകയാണ് സുരേഷ് ഗോപി. ഉറപ്പായും പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബൂത്തിന് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെയും എന്തായാലും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ ദിവസം ബൂത്തിനകത്തുള്ള പ്രതികരണങ്ങൾക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ബൂത്തിന് പുറത്ത് അവിടെ പ്രതികരിക്കാം. എല്ലാ സ്ഥലങ്ങളിലും 7 ജില്ലകളിലും വളരെ ഗംഭീരമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ചില ബൂത്തുകളിൽ രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണാം എന്ന് പലയിടങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അതെവിടെയായിരുന്നു അത്? തിരുവനന്തപുരം പട്ടം ഗേൾസിൽ അതിരാവിലെ തന്നെ നീണ്ട ക്യൂ എന്ന് സലീം മാലിക് നേരത്തെ പറയുന്നു. അംശു വാമദേവനാണ് പോകുന്നത്. മുട്ടടയിലെ UDF ഇടുക്കിയിൽ നിന്ന് രാഹുൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.